അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ. എന്റെ കൂടെ നിൽക്കുന്നത് സുഹൃത്ത് മുബാറക് റാവുത്തർ. അദ്ദേഹം പത്തനംതിട്ട മംഗലം സ്വദേശിയാണ്. വളരെ കഴിവുള്ള സർഗാത്മകമായി ഒരുപാട് കഴിവ് തെളിയിച്ചിട്ടുള്ള പ്രതിഭാശാലി ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം ഇന്ന് 2 കിഡ്നിയും നഷ്ടപ്പെട്ട് ലോകത്തോട് മലിരുകയാണ്. 3 ചെറിയ കുട്ടികളുള്ള അദ്ദേഹത്തിന് കിഡ്നി മാറ്റിവെക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു പരിഹാരം. നിമിഷപ്രിയ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ ഇടപെടൽ സോഷ്യൽ മീഡിയ മുഴുവൻ, രാജ്യം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുകയാണ്. കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ അവസാന നിമിഷത്തിൽ ആക്ഷൻ കൗൺസിലുണ്ട്, മറ്റു പലരും ഇടപെട്ടിട്ടും ഭരണകൂടം ഇടപെട്ടിട്ടും ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസാന നിമിഷത്തിൽ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ ഇടപെടൽ മൂലം ഹബീബ് തങ്ങളെ, യമനിലെ പ്രമുഖ പണ്ഡിതനായ ഹബീബ് തങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാന്തപുരം ഉസ്താദിനുണ്ടായിരുന്ന സൗഹൃദം ഉപയോഗിച്ചുകൊണ്ട് ഇടപെട്ടത് മൂലം വധശിക്ഷ താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിട്ടുള്ളത്. ഈ ഒരു അവസരത്തിൽ കാന്തപുരം ഉസ്താദിന്റെ ഇടപെടൽ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുകയാണ്. എല്ലാവരും ഉസ്താദിനെ അഭിനന്ദിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ മുബാറക് റാവുത്തർ എന്ന് പറയുന്ന ഒരു നികൃഷ്ട ജന്മം, ഒരു നികൃഷ്ട ജീവി, ഒരു പ്രത്യേകതരം സൈക്കോ കഴിഞ്ഞ 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ വളരെ മലിനമായി, വളരെ വൃത്തികെട്ട രൂപത്തിൽ ഒരു മനുഷ്യന് എത്രത്തോളം നീചമായി സംസാരിക്കാൻ ഇടപെടാൻ പറ്റും അത്രത്തോളം മോശമായി ഇടപെടുകയാണ്. ഈ മുബാറക് റാവുത്തർ ആരാണെന്ന് ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും അറിയത്തിണ്ടാവില്ല. ഇപ്പൊ ചാനൽ ചർച്ചകളിലൊക്കെ ചങ്ങായി ചർച്ചക്കൊക്കെ വരുന്നവർ കാണുന്നുണ്ടാവും. സ്വാഭാവികമായിട്ടും സലഫിയായിട്ടും മൗദൂദിയായിട്ടും മറ്റു പല ചാപ്പുകളിലും ഇവൻ ഇപ്പൊ അറിയപ്പെടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇതൊന്നും പെട്ടൊരുത്തനല്ല, ഒരു തരം പ്രത്യേക സൈക്കോണ് ഈ മുബാറക് റാവുത്തർ. ഞാൻ തുടക്കത്തിൽ കാണിച്ച വീഡിയോ എന്താണെന്നറിയോ? മുബാറക് റാവുത്തർ എന്ന് പറയുന്ന വ്യക്തിക്ക് കഴിഞ്ഞ കൊറോണ സമയത്ത്, കൊറോണ ബാധിച്ചതിന് ശേഷം 2 കിഡ്നി തകരാറിലായി. ഈ തകരാറിലായ സമയത്ത് കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നിർബന്ധമായ സാഹചര്യത്തിൽ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ് മുനവറിൽ തങ്ങളെ കൊണ്ട് വീഡിയോ ചെയ്യിച്ചതാണ്. എന്റെ പ്രൊഫൈലിൽ പോസ്റ്റ് ചെയ്താണ് വീഡിയോ. ഈ വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നോട് ആവശ്യപ്പെടുകയും ഈ വിഷയത്തിൽ എന്നോട് സഹായിക്കണം, നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ എന്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും നമ്മളോട് ഒരാൾ സഹായം ചോദിക്കുന്നതാണ്, ചെയ്തു കൊടുക്കണമല്ലോ. ആ നിലയ്ക്ക് ഈ വ്യക്തിയുടെ ഈ ഒരു വീഡിയോ ഫിറോസ് കുന്നംപറമ്പിനോട് ഞാൻ പറഞ്ഞിട്ട് ഫിറോസിന്റെ പേജിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. എന്റെ പ്രിയ സുഹൃത്തായ ജവാദ് മുസ്തഫ, ജവാദിനോടും ഞാൻ ഈ വിഷയം സൂചിപ്പിച്ചിരുന്നു. ജവാദും ഞാനും ഒക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ആണിത്. പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞ് അത്യാവശ്യം കുറച്ച് ഫണ്ട് വന്ന് വീണ്ടും ഫണ്ട് വരൽ നിന്നപ്പോൾ വീണ്ടും സജീവമാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ജവാദും ഞാനും വീണ്ടും പരിശ്രമിച്ചിട്ട് ഒരുപാട് മുസ്ലിം ലീഗ് ഭാരവാഹികളായ പ്രവർത്തകരോടൊക്കെ മുസ്ലിം ലീഗുകാരനാണ്, അതുകൊണ്ട് സഹകരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വീഡിയോ നമ്മൾ ട്രെൻഡിങ് ആക്കി കൊണ്ടുവന്നിട്ടാണ് ഇവർക്കുള്ള ഫണ്ട് കണ്ടെത്തിയത്. അതിൽ സഹകരിച്ചവർ അനവധി പേരുണ്ട്. രാഷ്ട്രീയം മതം നോക്കാതെ സഹായിച്ച ആൾക്കാരുണ്ട്. ഇപ്പൊ ഈ വൃത്തികെട്ടവന്റെ പ്രവർത്തനം പിന്നീട് അങ്ങോട്ട് മാറാണ്. ഇവന്റെ ആദ്യത്തെ സോഷ്യൽ മീഡിയ ഇടപെടൽ നോക്കിക്കഴിഞ്ഞാൽ ഇവന് STP നിങ്ങൾ ഫോട്ടോസ് ഒക്കെ കാണണം. STP ആയിട്ട് STP വേദിപ്പറ്റി പ്രസംഗിക്കുന്ന ജീപ്പിൽ നമ്മൾ പ്രസംഗിക്കുന്ന ഫോട്ടോ കാണുന്നുണ്ട്. പിന്നീട് പതിയെ ഇവൻ ലീഗ് അനുഭാവിയായിട്ട് മാറുന്ന കാഴ്ച കണ്ടത്. ഈ ക്ലബ്ബ് ഹൗസ് കാലങ്ങളൊക്കെ വന്ന സമയത്ത് ലീഗ് അനുഭാവിയായിട്ട് മാറുന്ന സാഹചര്യത്തിലാണ് കണ്ടത്. ക്ലബ്ബ് ഹൗസ് രൂപീകരിക്കലും KM ഷാജിനെ കൊണ്ടുവന്നിട്ട് സംസാരിപ്പിക്കലും പിന്നീട് KM ഷാജിയെ വളരെയധികം പുകഴ്ത്തി സംസാരിച്ചുകൊണ്ടൊക്കെ ഒരുപാട് പോസ്റ്റുകൾ കാണാം. പിന്നീട് ലീഗ് അനുഭാവിയായി മാറി. സ്വാഭാവികമായിട്ടും ആവശ്യത്തിനുള്ള ഫണ്ട് വന്നപ്പോൾ പിന്നീട് ഇവന്റെ സ്വഭാവം മാറുന്ന കാഴ്ച ഞാൻ കാണുന്നത്. ഈ ചങ്ങായിനെ കുറിച്ച് മറ്റു പലർക്കും അതിനു മുമ്പ് കൃത്യമായിട്ട് അറിയരുത്. എനിക്ക് അത്ര കൃത്യമായിട്ട് അറിയത്തില്ല. ഒരു നിറം മാറുന്ന ഒന്നിനെ പോലെ പല അഭിപ്രായങ്ങളും പോസ്റ്റ് ചെയ്യുന്നത് കാണുന്നത് വ്യക്തിപരമായ അഭിപ്രായമായിരിക്കാം എന്നാണ് കരുതിയത്. പക്ഷെ ഇതൊരു പ്രത്യേകതരം സൈക്കോണ്. പിന്നീട് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതേ വ്യക്തിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എനിക്ക് വേണ്ടി സഹകരിച്ച ഒരുപാട് പേരെന്നൊക്കെ പറഞ്ഞു കുറെ ആൾക്കാർ പേര് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഇവനിക്ക് വേണ്ടി വീഡിയോ ചെയ്ത മുനവറിൽ തങ്ങളുടെ പേര് അതിൽ കാണാനില്ല. മാത്രമല്ല പല സ്ഥലങ്ങളിലും കാന്തപുരം ഉസ്താദിന്റെ അനുയായികളുമായിട്ടുള്ള ഏതെങ്കിലും രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ ഇവൻ സ്വാഭാവികമായിട്ടും അവരെ തെറി വിളിക്കുക. എന്റെ ചികിത്സാ സമയത്ത് എന്നെ സഹായിക്കാത്തവരാണ് കാന്തപുരം വിഭാഗമെന്നും എന്റെ ചികിത്സ മുടക്കാൻ പരമാവധി ശ്രമിച്ചവരാണെന്നും കാഫിറുകളാണെന്നും പല വാക്ക് പ്രയോഗം കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും എന്നെപ്പോലത്തെ ഒരാൾക്കൊക്കെ അത് കാണുമ്പോൾ വേദനിക്കുമല്ലോ. പ്രത്യേകിച്ച് നമ്മളൊക്കെ ആ ഒരു ലെവലിൽ വളർന്ന ആൾക്കാരാണ്. സ്വാഭാവികമായിട്ടും പലരും കമന്റ് ചെയ്യാൻ തുടങ്ങി. വാട്സാപ്പിൽ മെസ്സേജറിലൊക്കെ ഇവന്റെ കമന്റുകൾ അയച്ചു തരാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, അങ്ങനെ ഗതികെട്ടപ്പോൾ ഞാൻ തന്നെ ചോദിച്ചു, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞങ്ങളെപ്പോലുള്ള അനവധി പേര് എന്നെ സഹായിച്ചവരാണ്. ഈ സഹായിച്ചവരോട് നന്ദി കെട്ട വാക്ക് എന്തിനാ ഇങ്ങനെ പറയുന്നത് ചോദിച്ചപ്പോൾ റീപ്ലൈ ചെയ്തിട്ടില്ല. പിന്നെ ഏതോ ഒരാൾക്ക് റീപ്ലൈ കൊടുക്കുന്ന കണ്ടിരുന്നു, നീ എത്ര പൈസ അയച്ചത് സ്ക്രീൻഷോട്ടേക്ക് ഞാൻ ഗൂഗിൾ പേ ചെയ്തുതരാം. അത്രയും അഹങ്കാരം നിറഞ്ഞ വാക്ക്. ഈ കഴിഞ്ഞ വഖഫ് ഭേദഗതി സമയത്ത് മുസ്ലിം ലീഗിന്റെ ഇടപെടലുകൾ നമ്മൾ കണ്ടിരുന്നു. മുസ്ലിം ലീഗ് നേതാക്കൾ ഇടപെട്ടിട്ട് അതിൽ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കം നടത്തിയപ്പോൾ ആ ഇടപെടലുകൾ ലീഗിന് അവകാശപ്പെടാൻ മാത്രം ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലീഗിനെതിരെ വളരെ താഴ്ച രൂപത്തിലുള്ള പോസ്റ്റുകളാണ് പിന്നീട് ഇവന്റെ വാൾ കാണുന്നത്. അതുവരെ ലീഗുകാരനായിട്ട് അഭിനയിച്ചവൻ, അതുവരെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ സപ്പോർട്ട് ചെയ്തും പിന്തുണച്ചും പോസ്റ്റ് ഇട്ട ഇവന്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇവനങ്ങ് കാലുമാറി ചവിട്ടാണ്. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആ സമയത്ത് ഞാൻ കാണിക്കാം. ഇന്നത്തെ ചർച്ചാ വിഷയമായ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ കുറിച്ചും ഹബീബ് തങ്ങളെ കുറിച്ചും ഇതേ ജവാദ് മുസ്തഫയെ പറ്റിയും ഇവനിട്ടൊരു പോസ്റ്റ് ഉണ്ട്. നമ്മളൊന്ന് വായിച്ചു നോക്കണം. 2 ദിവസമായി ഈ ഫോട്ടോ മൊബൈലിൽ സേവ് ചെയ്തിട്ട് അതിനിടയിൽ പല പോസ്റ്റുകൾ ഇടവിട്ടുപോയി.
ഹബീബ് തങ്ങളെ സംബന്ധിച്ച് എനിക്ക് പരിചയപ്പെടുത്തുന്നത് ജവാദ് മുസ്തഫയാണ്. ഏത് ജവാദ്? ഇന്നത്തെ ചാനൽ ചർച്ചയിൽ ഇവൻ സംസാരിക്കുമ്പോൾ മറുവശത്തുണ്ടായിരുന്ന ജവാദ്. ആ ജവാദിനെതിരെ വളരെ മോശമായിട്ട് ഇവൻ ഇപ്പൊ കമന്റും ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത് എന്തിന്? ഇവനൊക്കെ സഹായിച്ച ആൾക്കാരപ്പെട്ട പ്രധാനപ്പെട്ട ആൾക്കാരാണ് ഇവരൊക്കെ. ആ പോസ്റ്റുകൾ വായിച്ചു നോക്കുക. എന്നിട്ട് ഹബീബ് തങ്ങളെ കണ്ടിട്ട് ഇജാസത്ത് വാങ്ങുക എന്നതാണ് ഒരു ആഗ്രഹമായി മനസ്സിലുള്ളത്. അതേ ഹബീബ് തങ്ങളെ കാന്തൂർ ഉസ്താദ് ഇടപെട്ട ഈ വിഷയത്തിലാണെങ്കിൽ വലിയ ഫിത്തിനാക്കുന്നത്. ഇവൻ ഈ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബത്തിലെ ആൾക്കാരായിട്ട് ഫേസ്ബുക്കിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുക, അവരായിട്ട് സൗഹൃദം സ്ഥാപിച്ചിട്ട് വലിയ ആളാവാൻ വേണ്ടിയിട്ട് ഞാൻ എന്തോ വലിയ സംഭവമാണെന്ന് വെച്ച് തീർക്കാൻ വേണ്ടിയിട്ട് ലൈവും മറ്റൊക്കെ ടെലികാസ്റ്റ് ഒക്കെ ചെയ്തിട്ട് ഈ ഒരു വിഷയത്തെ വളരെയധികം മോശം വർഗീയവൽക്കരിക്കുന്ന ഒരു അവസ്ഥയാണ് ചെയ്യുന്നത്. എനിക്ക് ഈ സമയത്ത് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഇവരെ മൗദൂദിയാക്കണ്ട, ഇവനെ നിങ്ങൾ സലഫിയാക്കണ്ട, ഇവൻ നിങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ചാപ്പ് കൂത്തണ്ട. കാരണം അപ്പം കാണുവാൻ അപ്പാന്ന് വിളിക്കുന്ന ഒരു വൃത്തികെട്ട സൈക്കോണവൻ. എങ്ങനെയാണ് ഇതിനെ വിശ്വസിക്കേണ്ടത് എനിക്കറിയില്ല. നിങ്ങൾ ഇന്ന് മൗദൂദിയാക്കിയ നാളെ ഇവൻ സലഫിയായിട്ട് അഭിനയിക്കും, നിങ്ങൾ ഇവനെ സലഫിയാക്കിയ നാളെ അവൻ സുന്നിയായിട്ട് അഭിനയിക്കും. അങ്ങനെ പല വേഷത്തിലും പല കോലത്തിലും പ്രത്യക്ഷപ്പെടുന്ന ഒരു പ്രത്യേകതരം സൈക്കോ മനോഭാവമുള്ള ഒരു വ്യക്തിയാണ് ഇവൻ. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമുണ്ട്, ഇവൻ പോലും ജനങ്ങൾക്ക് മുമ്പിൽ കൈനീട്ടിയിട്ട് ഫണ്ട് കണ്ടെത്തിയിട്ടാണ് ഈ ജീവൻ നടത്തിയത്, ഓപ്പറേഷൻ നടത്തിയത്. ആ വ്യക്തിയാണ് ഒരു ഉളുപ്പില്ലാതെ ഈ വിഷയത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്, വിവാദം ഉണ്ടാക്കുന്നത്. നിമിഷപ്രിയയുടെ മോചനത്തിൽ അഭിപ്രായങ്ങൾ പലതുണ്ടാവാം, യോജിപ്പും വിയോജിപ്പുണ്ടാവാം, ഫണ്ട് പിരിച്ചുകൊണ്ട് മോചിപ്പിക്കണോ വേണ്ടി എന്ന അഭിപ്രായത്തിൽ വ്യത്യാസങ്ങളുണ്ടാവാം. പക്ഷെ ഇത്രത്തോളം എത്തിച്ച ഒരു വിഷയം ആ ഉസ്താദിന്റെ ഇടപെടൽ മൂലം മാത്രം നിർണായകമായി നീക്കി നടക്കുമ്പോൾ ആ